ടി സിദ്ദിഖ്, ഇപ്പോൾ ഇത് ഈ കുടിശ്ശിക അടച്ചു തീർത്തിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. ഇത് പക്ഷെ കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതല്ലായിരുന്നോ? അല്ല, അതില് കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ വലിയ എമൗണ്ട് ഇല്ലല്ലോ. KPCC മൈനസ് ബാലൻസിലൂടെ കടന്നു പോകുന്ന ഒരു സംഘടനാ സിസ്റ്റാണ്. ബുദ്ധിമുട്ടിലൂടെ, സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അല്പം വൈകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു കാര്യം, KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം, ഈ പാർട്ടി പറഞ്ഞ കാര്യത്തിൽ നിന്ന് പാർട്ടി ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. പാർട്ടി ആദ്യം രണ്ട് കാര്യം പൂർത്തിയാക്കി. അത് നിങ്ങൾ ആലോചിക്കണം. അഹല്യയുടെ കടം എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് 23 ലക്ഷം ആയിരുന്നു. പിന്നെ 20 ലക്ഷം അവർക്ക് കൊടുത്തത്. അങ്ങനെ 43 ലക്ഷം ടേക്ക് ഓവർ ചെയ്തു. അതിൽ 10 ലക്ഷമാണ് ഞങ്ങൾക്ക് അഹല്യയിൽ അടയ്ക്കേണ്ടി വന്നത്. അത് ഞങ്ങൾ ഇടപെട്ട് സംസാരിച്ച് ക്രമീകരിച്ച് കുറച്ചു കൊണ്ടുവന്നതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് 69 ലക്ഷം രൂപയുടെ കടമായിരുന്നു പിന്നെ അർബൻ ബാങ്കിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എടുത്ത തീരുമാനം ഞങ്ങൾ അത് അടച്ചു തീർക്കും എന്നുള്ളതായിരുന്നു. അല്പം വൈകിയിട്ടുണ്ട്, സ്വാഭാവികമാണല്ലോ. ചെറിയ എമൗണ്ട് അല്ലല്ലോ, വലിയ എമൗണ്ട് ആണ്. പാർട്ടി കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനോടും ചെയ്യാത്തതായ ഒരു വലിയ ഉത്തരവാദിത്തം ഈ കുടുംബത്തോട് സൗകര്യം ഈ കുടുംബത്തിന് NM വിജയേട്ടന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി പറഞ്ഞ ദൗത്യം നിർവഹിച്ചു. പാർട്ടി പറഞ്ഞാൽ ആ വാക്ക് തെറ്റിക്കാറില്ല. പാർട്ടി നീതി പുലർത്തി. പാർട്ടി NM വിജയേട്ടനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും നീതി പുലർത്തുന്ന സമീപനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അന്ന് പറഞ്ഞു, ഇന്ന് പറഞ്ഞു, എന്നും പറയുന്നു, കോൺഗ്രസ് പാർട്ടി പറഞ്ഞ ദൗത്യം നിർവഹിച്ചിരിക്കും. പക്ഷേ ശ്രീ ടി സിദ്ദിഖ്, ഇത് ജൂൺ എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്ന കാലാവധി. അത് കഴിഞ്ഞും മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവഗണനയാണ്. അവർ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് കുടുംബത്തിന് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനുശേഷമാണല്ലോ പത്മജയുടെ ആത്മഹത്യാ ശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഉന്നയിച്ച കാര്യങ്ങൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഒന്നുകിൽ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടി സിദ്ദിഖ്, ഇതിൽ നേതൃത്വം ഒരു കാരണവശാലും ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, ഞങ്ങളുമായി ഒരു തരത്തിലും ആശയവിനിമയത്തിന് തയ്യാറാകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടാകുന്നല്ലോ. അപ്പോൾ ഇതിൽ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട് പാർട്ടിക്ക്, താങ്കൾ പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് ഫോണിലൂടെയെങ്കിലും നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതും ഒരു ധാർമ്മിക ബാധ്യതയല്ലേ സിദ്ദിഖ്? അല്ല, ഞാൻ അതിലേക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്യാനും അത് മാറ്റി പറയാനും അത് വ്യാജമായി പറയാനും ഒന്നും മടി കാണിക്കാത്തതായ ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില കോണുകളിൽ നിന്നും ഉണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശ്രീ ടി സിദ്ദിഖ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഒന്ന്, കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ നേരം വൈകി എന്ന് പറഞ്ഞത് ശരിയാണ്. നേരം വൈകിയിട്ടുണ്ട്. പാർട്ടിയുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഞങ്ങൾക്കെതിരെ സംസാരിക്കണമെങ്കിൽ, ഞങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്തണമെങ്കിൽ, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് പാർട്ടി നേതൃത്വം പറയണം. ഞങ്ങൾ ആരും പറഞ്ഞില്ല. നേരത്തെയുള്ള രണ്ട് കാര്യവും പൂർത്തീകരിച്ചതിലും സമയം വൈകിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് പൂർത്തീകരിച്ചല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കാര്യമുണ്ടല്ലോ, അതിലും ചെറിയ സമയം വൈകലുണ്ടായിട്ടുണ്ട്. അതും ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതും ഘട്ടം ഘട്ടമായി കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതെന്താ വെട്ടൊന്ന് രണ്ട് കഷ്ണം എന്നുള്ള തരത്തിലല്ലല്ലോ. എന്താ ഇത്? ഇതൊരു ഒരു ബാധ്യത. ആ ബാധ്യത തീർക്കാൻ സാമ്പത്തിക സമാഹരണം നടത്തി അത് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഇനി ആ കുടുംബം സന്തോഷമായി മുന്നോട്ട് പോകട്ടെ, അവർ നന്നായി ജീവിക്കട്ടെ. അത് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. ഞങ്ങളുടെ പിന്തുണ ശ്രീ വിജയേട്ടന്റെ കുടുംബത്തിന് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. ആ സമീപനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല. പാർട്ടി ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. പറഞ്ഞ കാര്യം നീതിപൂർവകമായി ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് പ്രതികരിച്ചതിന്. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ
ആയിരുന്ന NM വിജയന്റെ കുടുംബത്തിന്റെ ബാങ്കിലെ കുടിശ്ശികയാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത്. 60 ലക്ഷം രൂപ KPCC അടച്ചു തീർത്തു. 60 ലക്ഷത്തിന് തൊട്ട് താഴെ ഒരു കണക്കാണ് നേരത്തെ ബാങ്കിന്റെ ചെയർമാൻ നമ്മളോട് പറഞ്ഞത്. അത് അല്പസമയം മുൻപ് തന്നെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെപ്റ്റംബർ 30-നകം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യഗ്രഹത്തിലേക്ക് കടക്കും കുടുംബം എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ കുടുംബം നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നേരത്തെ KPCC അധ്യക്ഷനൊക്കെ പറഞ്ഞത് ഈ തുക അടച്ചു തീർക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അത് അടച്ചിട്ടുണ്ട് എന്നുള്ളത് ബാങ്കും സ്ഥിരീകരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.